വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ബിസി ഡേ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ച് കൊലകളൊക്കെ കൊണ്ട് കൊടുക്കണം, അതുപോലെ തന്നെ കുറച്ച് വാഴ വിത്തൊക്കെ മേടിക്കണം. ഇന്ന് വയലിൽ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും പപ്പയും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കടകളിലോട്ടൊക്കെ പോവുകയാണ്. അപ്പം മിക്ക ദിവസവും എൻ്റെ ലൈഫിൽ ഇതുപോലെ തന്നെയാണ്. മിക്ക ദിവസവും ഇതുപോലെ ബിസി ഡേ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം ഈ കൃഷിയൊക്കെ ഉണ്ടായതുകൊണ്ടാണേ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് കടയിലോട്ട് പോവുകയാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിന് ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ കട. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അവിടെ നിന്നാണ് കുറേ നാളുകളായിട്ട് ഈ വാഴ വിത്തൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നത്. അത്യാവശ്യം നല്ല വിത്താണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല കൊലകളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 260ഓളം വാഴ വിത്ത് ആ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കൊലകളാണ്. അപ്പോൾ ആ കൊലകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും കൊല കൊടുക്കുമ്പോഴത്തേക്കും പുതിയ പുതിയ വിത്തുകൾ ആ ഭാഗത്ത് വീണ്ടും നട്ടുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് കൃഷിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയൊരു വാഴയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തവാഴ കൃഷിയാണ്. അത്യാവശ്യം നല്ല റേറ്റ് എപ്പോഴായാലും നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഓണ സമയത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നല്ല വിലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വാഴ വിത്തൊക്കെ നടാൻ വേണ്ടി. വാഴ വിത്തൊക്കെ നട്ട് ഒരു 8 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ വിളവൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടോ, ഇതാണ് ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വാഴ വിത്തൊക്കെ മേടിക്കുന്നത്. KL24 എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ജംഗ്ഷനിൽ തന്നെയുള്ള കടയാണ്, കൊട്ടാരക്കരയിൽ. ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. ഒത്തിരി വെറൈറ്റീസ് ഓഫുള്ള വിത്തുകളൊക്കെ ഉണ്ട്. നല്ല വിത്തുകളാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പം കപ്പവാഴയുടെ ഉണ്ടായിരുന്നു, ഏത്തവാഴയുടെ ഉണ്ടായിരുന്നു, പൂവമ്പഴത്തിൻ്റെ വിത്ത് അവിടെ ഇല്ലായിരുന്നു. പിന്നെ കുള്ളൻ വാഴ എന്ന് പറഞ്ഞ് വേറൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ പാളയംകോടൻ, അങ്ങനെ പലതരത്തിലുള്ള വാഴക്കൃഷിക്ക് വേണ്ട എല്ലാ വിത്തുകളും ഇവിടെ അവൈലബിളാണ്. അപ്പം ഞങ്ങൾക്ക് ഏത്തവാഴ മാത്രം മതി. നമ്മുടെ കണ്ടത്തിൽ കൂടുതലും കൃഷി ചെയ്യുന്നത് ഏത്തവാഴയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കൃഷിയുടെ വിളവെടുപ്പിനെ പറ്റി. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ 2-3 എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. എന്നെ അറിയാവുന്നവർ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയും ഇതുപോലെ കൊല്ലത്തുനിന്ന് വിളിച്ചു, കൊലയുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കണേ, ഇനി എപ്പോഴെങ്കിലും കൊല്ലത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ എനിക്കത് വീഡിയോയിലൂടെ പറയാൻ തോന്നി. പിന്നെ കുറച്ച് പേര് പുറത്തുനിന്നൊക്കെ നിൽക്കുന്നവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു കൃഷി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ വല്ലപ്പോഴും കുക്കിംഗ് ചാനലാണെങ്കിൽ പോലും അതൊക്കെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വാഴ വിത്തൊക്കെ മേടിച്ചു. 70 വാഴ വിത്താണ് മേടിച്ചത്. അത് ഞാൻ 2 ട്രിപ്പായിട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ കൃഷിയിടം, നമ്മുടെ വയലെന്ന് പറയുന്നത്. അപ്പം പണിക്കാർ അതെല്ലാം നട്ടോളും. ഇവർ ഊണ് കഴിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ ടയർഡായി. അപ്പോൾ വൈകിട്ടാണ് ഞാനും പപ്പയും കൂടെ വീണ്ടും വയലിലോട്ടൊക്കെ ഇറങ്ങിയത്. പണിക്കാരൊക്കെ പോയതിന് ശേഷം കണ്ടോ, ഇവിടെ കുറച്ച് മറ്റേ മരച്ചീനിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ, നമ്മുടെ പൈനാപ്പിൾ അടിപൊളിയായിട്ട് വിളഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴേ അത് പറിച്ചുകൊണ്ട് പോയാൽ ഭയങ്കര പുളിയായിരിക്കും. കുറച്ചും കൂടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് പറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പൈനാപ്പിൾ നമ്മൾ ഇടയ്ക്ക് ഗ്രാമീൺ സെൻറ്ററിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് വരുന്നോളൂ. കുറച്ച് അവർ ചോദിക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാമേ. ഇതാണ് നമ്മുടെ പാവയ്ക്ക. എന്തായാലും ഇപ്രാവശ്യം പാവയ്ക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. കാര്യം ഒത്തിരി മഴയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം നമുക്ക് കൃഷിക്ക് മഴ വേണം, പക്ഷേ ഓവറായാലും കൃഷി അത് ഒത്തിരി ബാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നട്ട പാവയ്ക്ക ഫുള്ള് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാര്യം മഴ കൂടുതലായിരുന്നു. എന്തായാലും ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടേ. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റോബസ്റ്റയുടെ കൊല. ഇത് നമ്മൾ കൊടുക്കാറൊന്നുമില്ല, കാര്യം ഒത്തിരി കൊലയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് എടുക്കും. റോബസ്റ്റ കൊലയൊക്കെ ആകുമ്പോൾ നമുക്ക് ഷേക്കൊക്കെ അടിച്ച് കുടിക്കാമല്ലോ. അപ്പം അതിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് കുറച്ച് വാഴകൾ നേരത്തെ നട്ടതൊക്കെ കിളിച്ചിട്ടുണ്ട്. പപ്പ കുറച്ച് കുള്ളൻ വാഴ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ നമ്മൾ ഇതുവരെ നമ്മുടെ കണ്ടത്തിൽ കുള്ളൻ വാഴയൊന്നും നട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുള്ളൻ വാഴയെന്ന് ഞങ്ങൾ ചോദിച്ചപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വാഴയ്ക്ക് ഒത്തിരി ഹൈറ്റൊന്നും വെക്കത്തില്ല, പക്ഷേ നല്ല വലിയ കൊലയായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 10-20 അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നടാമെന്നും പറഞ്ഞാണ് പപ്പ ഇറങ്ങിയത്. അപ്പോൾ നേരത്തെ തന്നെ ചാമ്പലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന മണ്ണാണ്.
അപ്പോൾ ഇപ്പം വളമൊന്നും ചേർത്ത് കൊടുക്കത്തില്ല. വളം നമ്മൾ ജൈവവളം തന്നെയാണ് ചേർക്കുന്നത്, ചാണകപ്പൊടിയൊക്കെ തന്നെയാണ് ചേർക്കുന്നത്. ആദ്യം ഇത് നട്ട് കിളിച്ച് വരുമ്പോഴത്തേക്കാണ് പിന്നെ വളം ചെയ്യുന്നത്. അപ്പോൾ മണ്ണെല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ വാഴ വിത്ത് നടുവാണ്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ആ മണ്ണെല്ലാം നീക്കി കൂട്ടി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വാഴയുടെ കരിയിലയോ ഒക്കെ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ അതൊരു വളമായിട്ട് അവിടെ കിടന്നോളും. ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നല്ല ഹൈറ്റായിട്ട് കിളിച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ബാക്കിയുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ കൃഷിയിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു ഞങ്ങൾ ചെയ്ത ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് തോന്നിയത് ഈ ഒരു വാഴ കൃഷി തന്നെയാണ് കേട്ടോ. ഏത്തവാഴ കൃഷിയാണ്. എപ്പോഴും ഏത്തവാഴ കൃഷിക്ക് നല്ല ഡിമാൻഡാണ്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം റേറ്റൊക്കെ കിട്ടും. ഓണസമയത്താണ് ഏറ്റവും കൂടുതൽ റേറ്റൊക്കെ കിട്ടുന്നത്. ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് ഒരു വാഴ അങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു. അത്യാവശ്യം നല്ല കൊലയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് തൽക്കാലം ഒരു ഒതയൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, നല്ല കൊലയായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ വിളയാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് വീട്ടാവശ്യത്തിന് അങ്ങനെ എടുക്കത്തതേ ഉള്ളേ. കാര്യം വിളയാത്തത് കൊണ്ട് നമുക്ക് കടയിൽ കൊടുക്കാനും പറ്റത്തില്ല. കണ്ടോ, അപ്പോൾ അടുത്ത വാഴ വിത്തും നട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു 5-6 കൂടെ നടാനുണ്ട്. അപ്പോൾ സ്ഥലങ്ങളൊക്കെ ഉള്ളവർ ഇതുപോലെ വീട്ടിൽ കൃഷിയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കാം, വിഷമൊന്നും ഇല്ലാത്തതൊക്കെ. പിന്നെ ഇതുപോലെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനൊക്കെ ഒരു നല്ല സന്തോഷവും ഒക്കെയാണ്. ഇവിടെ കൃഷിയുടെ ഫുൾ കാര്യങ്ങളും നോക്കുന്നത് പപ്പയാണ് കേട്ടോ. ഞാൻ പിന്നെ ഇതുപോലെ കടയിലൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു ബിസി ഡേ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.